ഹലോ പ്രസാദ്, എങ്ങനെയുണ്ട്? ഹാങ് ഓവർ ഒന്നും ഇല്ലല്ലോ അല്ലേ? വാട്ട് അബൌട്ട് ജോൺ? ലേറ്റായി പോയതല്ലേ? ബോസ് വഴക്ക് പറഞ്ഞോ എന്തോ? ആ വിറ്റ്നസ് സ്വാമിയെ വളരെ സൂക്ഷിച്ചു വേണം കോടതിയിലേക്ക് കൊണ്ടുവരാൻ, കേട്ടോ? ബി കെയർഫുൾ, ഓക്കെ? ശിവാജി, വാട്ട് കമ്മിങ്? അങ്ങോട്ട് നോക്ക്. ജസ്റ്റ് വെയിറ്റ് ഹിയർ. സ്വാമിയെ കൊന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക. സ്വാമിന്റെ കൊലപാതകത്തിൽ എന്തായാലും പസാരിക്കൊരു പങ്കുണ്ട്. പക്ഷെ ആ സമയത്ത് അവൻ ലോക്കപ്പിലായിരുന്നത് കൊണ്ട് അവനെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെഡ് ബോഡി എന്തിനാണ് അവിടെ കൊണ്ടിട്ടത്? എവിടെ ഉണ്ടെങ്കിലും എന്ത് വേണം ചെയ്യാൻ പറ്റുമെന്ന് വാർണിംഗ് തരാൻ തന്നെ. എനിക്കെന്തോ ഇത് ആരോ വേണമെന്ന് വെച്ച് പസാരിയെ കൊടുക്കാൻ ചെയ്യുന്നതാന്നാ തോന്നുന്നത്. ആരാണെങ്കിൽ ഇതിന് കാരണം പസാരിയാണെന്ന് വിചാരിക്കൂ. അങ്ങനെ വിചാരിക്കാൻ വേണ്ടിയായിരിക്കും മേ ബി ഇത് ചെയ്യുന്ന ആളുടെ ഇന്റൻഷൻ എന്ന് തോന്നുന്നു. യുവർ ഓണർ, സ്വാമിയുടെ കൊല നടക്കുമ്പോൾ എൻ്റെ ക്ലയന്റ് നാരായണ പസാരി ജയിലിനകത്തായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ SIT കേസ് മുഴുവനും സ്വാമിയുടെ സാക്ഷിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇപ്പോ സ്വാമിയുമില്ല, സാക്ഷിയുമില്ല. പ്രോസിക്യൂഷൻ നാരായണ പ്രസാരിയുടെ മേൽ ചുമത്തുന്ന കുറ്റം തെളിയിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടും അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞതുകൊണ്ടും പ്രസാരിയെ വീണ്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കണമെന്നും ഈ കോടതി വിധി നൽകുന്നു. ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് തന്നെ ചെയ്താലും അത് സിസ്റ്റത്തിന് വേണ്ടിയാണെന്ന്. സത്യം എൻ്റെ ഭാഗത്താണ്. നായക്ക് ഗാങ്ങിന്റെ ഒപ്പം ചേർന്ന് ചെയ്തതാണിത്. നീ ഒരു കാര്യം ചെയ്യ, ആ പസാരി നായക്ക് രണ്ടുപേർക്കും ഒരു ശത്രുണ്ട്. അണ്ടർവേൾഡ് ഡോൺ കാന, നീ അവന്റെ ഒപ്പം ചേർന്നോക്ക്. മീറ്റിംഗിന് ഞാൻ അറേഞ്ച് ചെയ്യാം. ഒരു അണ്ടർവേൾഡ് ക്രിമിനലിനെ പിടിക്കാൻ വേണ്ടി മറ്റൊരു ക്രിമിനലിന്റെ സഹായം തേടണമെന്നാണോ? വെറുതെ സിനിമ ഡയലോഗ് അടിക്കാതെ ഞാൻ പറഞ്ഞ ചെയ്യ്, മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക്സ് ഫോർ ദ അഡ്വൈസ്. എന്ന് വെച്ചാ ഇതിന്റെ അർത്ഥം എന്താ? അർത്ഥം എന്തായിരിക്കും? പസാരിയെ വീണ്ടും ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുത്തു, അത്ര തന്നെ. എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഫെയിലായപ്പോൾ SITയെ ക്യാൻസൽ ചെയ്തു. ഞാൻ മുംബൈ ക്രൈംബ്രാഞ്ചിൽ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തിന്? അച്ഛാ, ഞാൻ തുടങ്ങി വെച്ചൊരു കാര്യം അവസാനിപ്പിക്കേണ്ടത് എൻ്റെ കടമയല്ലേ?